ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. കൃഷി നിയമം നടപ്പിലാക്കുന്നത് സുപ്രീം കോടതി തൽക്കാലം നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി. സമരം തുടരുന്നതിൽ കേന്ദ്ര സർക്കാരിനെ അതൃപ്തി അറിയിച്ച് കോടതി രംഗത്ത് വന്നു. നടത്തുന്നത് ഒരു വിഭാഗം മാത്രമാണെന്ന കേന്ദ്ര സർക്കാർ വാദം കോടതി തള്ളി. കൂടുതൽ വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, കേന്ദ്ര സർക്കാരിന് കൃഷി നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിമർശനം, പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും കോടതി ചോദിച്ചിരിക്കും സർക്കാരിനോട്. വിവരങ്ങൾ പറയാം അഭിലാഷ്. ബന്ധപ്പെട്ട് ഇന്ന് വീണ്ടും പ്രധാനപ്പെട്ട 3 ഹർജികളാണ് നിലവിൽ വന്നത്. അതിൽ അഭിലാഷ് കേൾക്കാമോ? ഈ നിയമവുമായി ബന്ധപ്പെട്ട 3 ഹർജികളാണ് പ്രധാനമായും ഇന്ന് കോടതിയുടെ മുന്നിൽ എത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമം നടപ്പിലാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളായിരുന്നു. ഈ ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട ചോദ്യം കേന്ദ്ര സർക്കാരിനോട് ഉണ്ടായത്. ഈ നിയമവുമായി നിങ്ങൾ മുന്നോട്ട് പോകുവാൻ തന്നെയാണോ തീരുമാനം? ഈ നിയമം തൽക്കാലം മരവിപ്പിച്ച് നിർത്താൻ സാധിക്കുകയില്ലേ എന്നുള്ളതായിരുന്നു കോടതിയുടെ വാക്കാലുള്ള സംശയ പ്രകടനം ഉണ്ടായത്. അതിന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തി ആയിരുന്നു ആദ്യഘട്ടത്തിൽ മറുപടി നൽകിയത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു വിഭാഗം കർഷകർക്ക് മാത്രമാണ് ഈ നിയമവുമായി ബന്ധപ്പെട്ട് എതിർപ്പുകളും വിമർശനങ്ങളുമുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു സോളിസിറ്റർ ജനറലിൻ്റെ മറുപടി. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയധികം കർഷകർ ഡൽഹി അതിർത്തിയിൽ പ്രതിഷേധം നടത്തുന്നത്? നിരവധി ആളുകൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. സമരത്തിനിടയിൽ തന്നെ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം തുടരുകയാണല്ലോ എന്ന ചോദ്യം മറുഭാഗത്ത് നിന്ന് CGI ചോദിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ വിഷയം അടുത്തയാഴ്ച പരിഗണിക്കാമെന്ന തരത്തിലേക്ക് കോടതിയുടെ ഭാഗത്ത് നിന്ന് പരാമർശമുണ്ടായി. പക്ഷേ അപ്പോൾ അറ്റോർണി ജനറൽ KK വേണുഗോപാൽ തന്നെ വിഷയത്തിൽ ഇടപെടുകയും ഈ നിയമവുമായി മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്ന തരത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതിന് CGI നൽകിയ മറുപടി, ഈ നിയമത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല, കോടതി ഇടപെടുന്നില്ല. പക്ഷേ ഈ നിയമം നടപ്പിലാക്കുന്നത് മരവിപ്പിക്കാനാകുമോ, തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനാകുമോ എന്ന തരത്തിലുള്ള വീണ്ടും ചോദ്യമാണ് ഉന്നയിച്ചത്. അതിന് അറ്റോർണി ജനറൽ നൽകിയ മറുപടി, അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളും തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരവിൻ്റെ ആവശ്യമില്ല എന്നുള്ളതായിരുന്നു. അപ്പോഴും CGIയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തെ നിങ്ങൾ ശരിയായ രീതിയിലല്ല സമീപിക്കുന്നത് എന്ന മറുപടി ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് 8 ചർച്ചകൾ പൂർത്തിയായിരിക്കുന്നു. പക്ഷേ അപ്പോഴൊന്നും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാതെ പോകുന്നു എന്ന വിമർശനം തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചില വിമർശനങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇത്രയും തവണ 8 തവണ ചർച്ച നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഈ വിഷയം പരിഹരിക്കാതെ പോകുന്നത് എന്ന തരത്തിൽ ഉള്ള വിമർശനമാണ് അതിൽ പ്രധാനപ്പെട്ടത്. മാത്രമല്ല ഈ വിഷയത്തിന്മേൽ, അതായത് സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടായിരുന്നു ഈ സമരം അവസാനിപ്പിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെങ്കിൽ ഇങ്ങനെയായിരുന്നില്ല ഈ വിഷയത്തെ സമീപിക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിനെതിരെ ഇത് നിയമത്തിൽ ഇടപെടുന്നില്ല എന്ന് പറയുമ്പോഴും കേസ് പരിഗണിക്കാൻ മാറ്റിവെക്കുമ്പോഴും സ്വാഭാവികമായി ഉണ്ടായ വിമർശനങ്ങൾ, ഈ സമരത്തെ കൈകാര്യം ചെയ്ത രീതിയിൽ നിയമവുമായി ബന്ധപ്പെട്ട് കർഷകരെ ബോധിപ്പിക്കത്തക്ക വിധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ പോയതിലുമൊക്കെയുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ അത് ഈ സമരരംഗത്തുള്ളവരുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഈ കോടതിയുടെ ഇടപെടൽ ഇത്ര കർശനമായി ഉണ്ടായ സ്ഥിതിക്ക് സമരരംഗത്ത് എന്തെങ്കിലും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ? രഞ്ജിത്ത്, ഇപ്പോഴും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് നിയമം റദ്ദാക്കണം എന്ന ആവശ്യമല്ല. അവിടെയാണ് വ്യക്തത വരുത്തേണ്ടത്. അതായത് സുപ്രീം കോടതിയുടെ മുന്നിൽ ഉള്ള ഹർജി ഈ 3 നിയമങ്ങളും റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ്. ആ നിയമം റദ്ദാക്കണമെന്ന തരത്തിലല്ല സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് പരാമർശമുണ്ടാകുന്നത്. ഈ നിയമം താൽക്കാലികമായി, അതായത് നിയമം നടപ്പിലാക്കുന്നു, അത് താൽക്കാലികമായി മരവിപ്പിച്ച് നിർത്തിയ ശേഷം കർഷകരുമായി ചർച്ച നടത്തിക്കൂടെ എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ചോദിക്കുന്നത്. അവിടെ ആണ് കർഷക നേതാക്കൾക്കും അതൃപ്തിയുള്ളത്. അതായത് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഈ ചർച്ചയ്ക്ക് വേണ്ടി ഇത് മരവിപ്പിച്ച് നിർത്താൻ പറ്റുമോ എന്ന ചോദ്യം മാത്രമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. മറിച്ച് ഈ നിയമം തൽക്കാലത്തേക്ക് റദ്ദാക്കിയ ശേഷം ചർച്ചയ്ക്ക് ഒരുങ്ങിക്കൂടെ എന്ന തരത്തിലല്ല സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ വലിയ അന്തരമുണ്ട് എന്ന് തന്നെയാണ് കർഷക നേതാക്കൾ പറയുന്നത്. കാരണം കർഷക നേതാക്കളുടെ ആവശ്യം
ഈ 3 നിയമങ്ങളും റദ്ദാക്കണം എന്നുള്ളതാണ്. സുപ്രീം കോടതിയുടെ വിമർശനം ഉണ്ടാകുമ്പോഴും നിയമത്തിൽ ഇടപെടുന്ന കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വ്യക്തത വന്നിട്ടില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമായി പുറത്തുവരുന്നത്. സർക്കാർ ഈ വിഷയം കൈകാര്യം ചെയ്തത്, സമരം കൈകാര്യം ചെയ്ത രീതിയോട് അതൃപ്തി അറിയിച്ചിരിക്കുന്നു. തൽക്കാലം നിയമം നടപ്പിലാക്കരുത് എന്ന രീതിയിലുള്ള പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഏതായാലും കേസ് പരിഗണിക്കാൻ മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സമരം നടത്തുന്നത് ഒരു വിഭാഗം മാത്രമാണെന്നാണ് കേന്ദ്രം ബോധിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ സമരം പരിഹരിക്കാത്തതിൽ കേന്ദ്ര സർക്കാരിനെ ആ രീതിയിൽ വിമർശിക്കുകയാണ് കോടതി ചെയ്തത് എന്ന് മനസ്സിലാകുന്നു. കാർഷിക നിയമം നടപ്പിലാക്കുന്നത് കേന്ദ്രം നിർത്തിവെച്ചില്ലെങ്കിൽ കോടതിക്ക് അത് ചെയ്യേണ്ടി വരുമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. കർഷക സമരം പരിഹരിക്കാത്തതിൽ കേന്ദ്രത്തോട് അതൃപ്തി അറിയിച്ചു. പ്രശ്നപരിഹാരമാണ് കോടതി ഉദ്ദേശിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അത്തരത്തിൽ വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇന്നുണ്ടായി. വളരെ പ്രധാനപ്പെട്ട കർഷക നിയമവുമായി ബന്ധപ്പെട്ട തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മറ്റു പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ പുറത്തു വരുന്നത് വാളയാർ കേസ് CBIക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. പെൺകുട്ടികളുടെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് സർക്കാരിന്റെ തീരുമാനം. VV അരുൺ ചേരുന്നു. അരുൺ, നേരത്തെ പലതവണ ഈ പെൺകുട്ടികളുടെ കുടുംബം ആവശ്യപ്പെട്ടതാണ് CBIക്ക് വിടണം വാളയാർ കേസ് എന്ന രീതിയിൽ. അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ചില പോസിറ്റീവായ സമീപനങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ CBIക്ക് വിടണമെന്ന ആവശ്യം തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നു സർക്കാർ എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും വളരെ കാലമായുള്ള വാളയാറിലെ കുട്ടികളുടെ കുടുംബത്തിന്റെ ആവശ്യമാണ് കേസിൽ ശരിയായ അന്വേഷണം ഉറപ്പുവരുത്തണം, അതിന് CBI അന്വേഷണം ഏർപ്പെടുത്തണം. സർക്കാർ അതിനോട് അനുകൂലമായിരുന്നില്ല ഇതുവരെ പ്രതികരിച്ചത്. കഴിഞ്ഞ ആഴ്ച വാളയാർ കുട്ടികളുടെ അമ്മ സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. മുഖ്യമന്ത്രി നേരിൽ കാണാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അപ്പോൾ അതിനുശേഷം അവർ നിവേദനം നൽകിയിരുന്നു. ആ നിവേദനം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. വാളയാർ കേസ് CBIക്ക് വിടാൻ സർക്കാർ ശുപാർശ ചെയ്യുന്നു. CBI ആണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും CBI കേസ് അത് ഏറ്റെടുക്കാൻ തന്നെയാണ് സാധ്യത. സർക്കാർ ആ തീരുമാനം ഔദ്യോഗിക തലത്തിൽ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ എടുത്തിരിക്കുന്നു. വാളയാർ കേസ് CBIക്ക് വിടാൻ തീരുമാനമെടുത്തിരിക്കുന്ന പശ്ചാത്തലം, അത്തരത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമോ സർക്കാരിന്റെ ആവശ്യപ്രകാരമോ CBIക്ക് അന്വേഷണം ഏറ്റെടുക്കാം. സ്വാഭാവികമായും ഒരുപക്ഷെ CBI അന്വേഷണം എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നേരത്തെ കോടതി ഈ കേസിൽ പുനർവിചാരണ, ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വാളയാർ കേസിൽ പുനർവിചാരണ വേണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ പുനരന്വേഷണം എന്ന ആവശ്യത്തിൽ ഉറച്ചാണ് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ഒക്കെ നിന്നിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് CBI അന്വേഷണം ഏറ്റെടുക്കുന്ന പശ്ചാത്തലം അത് കുടുംബത്തിന് ഏറെ സംതൃപ്തി നൽകുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യുന്നു. സർക്കാർ തലത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പെൺകുട്ടികളുടെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് വാളയാർ കേസ് ഇത്തരത്തിൽ CBIക്ക് വിടാൻ സർക്കാർ തലത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇനി CBIയുടെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാകേണ്ടതുണ്ട്. കേസ് ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സർക്കാരിന്റെ നിർദ്ദേശം ഏതായാലും CBIക്ക് ആവശ്യം ഏതായാലും CBIക്ക് മുന്നിൽ എത്തുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ വാളയാർ കേസ് അന്വേഷണം ഒരുപക്ഷെ CBI ഏറ്റെടുത്തേക്കും എന്നതാണ് ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായി പുറത്തു വരുന്നത്. VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, പെൺകുട്ടിയുടെ അമ്മ കഴിഞ്ഞ ദിവസം വീണ്ടും പറഞ്ഞിരുന്നു ആ തരത്തിൽ മുഖ്യമന്ത്രിയെ വീണ്ടും വന്ന് കാണും CBI അന്വേഷണം ആവശ്യപ്പെട്ട്. സർക്കാർ തലത്തിൽ നമുക്കറിയാം നേരത്തെ പ്രാദേശിക CPM നേതാക്കൾക്കെതിരെ അടക്കം ആരോപണം വന്ന ഒരു കേസ് കൂടിയാണിത്. ഈ ഘട്ടത്തിൽ CBI അന്വേഷണം എന്ന് പറയുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി അത് മാറുകയല്ലേ? തീർച്ചയായും സർക്കാർ ഏറെ പഴകേറ്റ സർക്കാരിനെതിരെയും CPM-നെതിരെയും വലിയ വിമർശനങ്ങൾ ഉയർന്ന സംഭവമാണ് വാളയാറിൽ പെൺകുട്ടികളുടെ മരണവും അതിനുശേഷം പ്രതികളെ വെറുതെ വിട്ട കോടതി നടപടിയും. അവിടെയും പ്രോസിക്യൂഷൻ ഒത്തുകളിച്ചു, കൃത്യമായ തെളിവുകൾ ഹാജരാക്കിയില്ല, പ്രതികളെ സഹായിച്ചു. കാരണം പ്രതികൾ ചിലർ പ്രാദേശിക CPM പ്രവർത്തകരായിരുന്നു. അവരുടെ CPM ബന്ധമാണ് ഇത്തരത്തിൽ കേസ് അട്ടിമറിക്കാൻ ഇടയാക്കിയതെന്ന വിമർശനമാണ് ഉയർന്നു വന്നത്. വലിയ വിമർശനം സർക്കാരിനെതിരെ ഉയർന്നു വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പെൺകുട്ടികളുടെ അമ്മ വീണ്ടും കോടതി നേരത്തെയുള്ള വിധി ഹൈക്കോടതി റദ്ദാക്കിയ ശേഷം പെൺകുട്ടികളുടെ അമ്മ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ നേരിൽ കാണാനായി തിരുവനന്തപുരത്തെത്തിയിരുന്നു. സെക്രട്ടറിയേറ്റ് അദ്ദേഹം നേരിൽ കണ്ടത് പകരം അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി നിവേദനം കൈമാറുകയും അതിനുശേഷം അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. കേസ് CBI തന്നെ അന്വേഷിക്കണം. സംസ്ഥാനത്തെ ഏജൻസികൾക്ക് വിശ്വാസ്യതയില്ല. അതുകൊണ്ടുകൂടിയാണ് നേരത്തെ കേസ് തള്ളിപ്പോയത്. അതുകൊണ്ട് CBI അന്വേഷണം എന്ന വളരെ പ്രധാനപ്പെട്ട ആവശ്യം അവർ ഉന്നയിച്ചതാണ്. ആ ആവശ്യം ഇപ്പോൾ സർക്കാർ പരിഗണിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരമൊരു വിവരം അറിയിച്ചതാണ്. അതിനുശേഷം മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാളയാർ കേസ് CBIക്ക് വിട്ടുകൊണ്ടുള്ള തീരുമാനം ഇനി ഔദ്യോഗികമായി അതിന്റെ ഉത്തരവിറങ്ങേണ്ടതുണ്ട്. ഉത്തരവിറങ്ങുമ്പോൾ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകും. പിന്നീട് CBI ആണ് ആ കേസ് ഏറ്റെടുക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട. സർക്കാരിന് ശുപാർശ ചെയ്യാനുള്ള അധികാരം മാത്രമാണുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നു. നേരത്തെ തന്നെ CBI ബന്ധപ്പെട്ട സർക്കാർ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തിരുന്നു. സർക്കാരിന്റെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ കോടതി നിർദ്ദേശമില്ലാതെ സംസ്ഥാനത്തെ കേസുകൾ CBIക്ക് അന്വേഷിക്കാൻ കഴിയില്ല.
ഇപ്പോൾ അതിൽ നിയമപരമായ നടപടിക്രമം കൂടി സർക്കാർ പൂർത്തിയാക്കിയിരിക്കുന്നു. CBIക്ക് ഈ കേസ് ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം ശുപാർശ സർക്കാർ സമർപ്പിച്ചിരിക്കുന്നു. ഔദ്യോഗികമായി ഇത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തെ അറിയിക്കും. അതിനുശേഷമാകും അതിനുള്ള നടപടികളിലേക്ക് പോവുക. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറക്കും. അതിനുശേഷമാകും അത്തരം സാങ്കേതികമായ നടപടിക്രമങ്ങളിലേക്ക് പോവുക. ഏതായാലും CBI അന്വേഷണത്തോട് സർക്കാരിന് എതിർപ്പില്ല എന്ന നിലപാട് പ്രഖ്യാപനമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. പ്രതികളെ സംരക്ഷിക്കാൻ CPM ബന്ധമുള്ള CPMന്റെ പ്രാദേശിക പ്രവർത്തകരായ പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ ഒത്തുകളിച്ചു എന്ന ആരോപണത്തിന് ഒരു മറുപടിയായി കൂടിയാണ് സർക്കാർ ഇപ്പോൾ ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. CBI അന്വേഷണത്തിലേക്ക് വാളയാർ കേസ് പോകുന്നു. വാളയാർ കേസിൽ CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യാൻ ഒരുങ്ങുന്നു. ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറങ്ങേണ്ടതുണ്ട്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ CBI ആണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. വാളയാറിലേക്ക് വരുന്ന കാര്യത്തിൽ സ്വാഭാവികമായും നേരത്തെ CPMനെതിരെ ഒരുപാട് ആക്ഷേപമുയർന്ന ഒരു സംഭവമാണിത്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ അട്ടിമറി ഉണ്ടായി എന്ന രീതിയിൽ പരാതി ഉയർന്നിരുന്നു, ആക്ഷേപമുയർന്നിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയിൽ പെൺകുട്ടികളുടെ അമ്മ പോവുകയും പുനർവിചാരണ എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. സ്വാഭാവികമായും CBI വരുമ്പോൾ വാളയാർ കേസിന് മറ്റ് തലങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വാളയാറിലേക്ക് CBI വരുമോ ഇല്ലയോ? ഏതായാലും സർക്കാർ തലത്തിൽ അത് സംബന്ധിച്ച നിർദ്ദേശം CBIക്ക് അല്ലെങ്കിൽ തരത്തിലുള്ള പ്രപ്പോസൽ CBIക്ക് നൽകുന്ന പശ്ചാത്തലം ഇപ്പോൾ ഒരുങ്ങി വന്നിരിക്കുന്നു. കുടുംബത്തിൻ്റെ ആവശ്യം പരിഗണിച്ചാണ് ഇപ്പോൾ അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നിരവധിയായ സമരങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നതാണ്. കേസിൻ്റെ ഓരോ ഘട്ടത്തിലും ലോക്കൽ പോലീസ് മുതലുണ്ടായ അട്ടിമറി സംബന്ധിച്ച് നിരവധിയായ വാർത്തകൾ വന്നതാണ്. ഈ വിഷയങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു വ്യക്തത വരാൻ, എന്താണ് സംഭവിച്ചത് ഈ പെൺകുട്ടികൾക്ക് എന്ന കാര്യത്തിൽ വ്യക്തത വരാൻ ഇപ്പോൾ CBI എത്തുമോ എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിലെ ചോദ്യം പ്രധാനമായും. അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജയശങ്കർ, ഒടുവിൽ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച് സർക്കാർ തലത്തിൽ ആ ഒരു തീരുമാനം CBI വരണം എന്ന രീതിയിൽ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി പന്ത് CBIയുടെ കോർട്ടിലാണ്. എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് ഇപ്പോൾ? തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടുള്ള ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് നേരത്തെ വേണ്ടതായിരുന്നു. ഏതായാലും CBI നേരത്തെ സർക്കാർ ഈ കേസിന്റെ അപ്പീല് പരിഗണിച്ച സമയത്ത് CBIക്ക് വിടുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞിരുന്നു. അന്ന് കേസ് വിധിയായ സാഹചര്യത്തിൽ CBIക്ക് വിടുക എന്നുള്ള അസാധ്യമായിരുന്നു. ഇപ്പോൾ കോടതി കേസ് വിചാരണ കോടതിയിലേക്ക് റിമാൻഡ് ചെയ്യുകയും പുനരന്വേഷണത്തിന് ഒരു പഴുത് അവശേഷിപ്പിക്കുകയും ചെയ്തിരിക്കും. പുനരന്വേഷണത്തിന് വേണ്ടി പ്രോസിക്യൂഷൻ കോടതിയെ സമീപിക്കുന്ന പക്ഷം അത് പരിഗണിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് തുടരന്വേഷണത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ സർക്കാർ ഇവിടെ തീരുമാനമെടുത്താൽ മാത്രം പോയി, ഇപ്പോഴല്ല തീരുമാനം എടുക്കേണ്ടത്. കോടതി നടപടി പൂർത്തീകരിച്ചതിന് ശേഷം, അതായത് വിചാരണ കോടതിയിൽ അപേക്ഷ കൊടുത്ത് തുടരന്വേഷണത്തിനുള്ള ഉത്തരവ് കിട്ടിയതിന് ശേഷമാണ് ഈ കേസ് CBI ഏൽപ്പിക്കുന്നത്. നിയമപരമായിട്ടൊരു നടപടി മാത്രമാണ്, സാങ്കേതികമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും സർക്കാരിന്റെ തീരുമാനം അങ്ങേയറ്റം ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്. കാരണം ഇനിയും ഈ ലോക്കൽ പോലീസ് തന്നെ അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും നീതി കിട്ടുമായിരുന്നില്ല. മാത്രവുമല്ല, പ്രതികൾക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ് എന്ന ആരോപണമുള്ള സ്ഥിതിക്ക്, മാത്രമല്ല ഈ കുട്ടികളുടെ അമ്മയും അച്ഛനും ആ രീതിയിലുള്ളൊരു ആരോപണം മുന്നോട്ട് വയ്ക്കുകയും ഈ ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സർക്കാരിന്റെ തീരുമാനം തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉചിതമായ തീരുമാനമെടുത്ത് സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്തു. നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. ശ്രീ CR നീലകണ്ഠനും ടെലിഫോൺ ലൈനിലുണ്ട്. CR നീലകണ്ഠൻ, സ്വാഗതാർഹമല്ലേ തീരുമാനം സർക്കാരിന്റെ? തീർച്ചയായിട്ടും സർക്കാർ ഈ ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. ഒരു 2-3 ആവശ്യങ്ങളിൽ ഒരാവശ്യം വളരെ കൃത്യമായി സർക്കാർ ഇപ്പൊ അംഗീകരിച്ചിരിക്കുന്നു. നല്ല കാര്യം. കഴിഞ്ഞ ദിവസം കോടതി വിധിക്ക് ശേഷം കുട്ടികളുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു, സമരസമിതി നേതാക്കളൊപ്പം. അങ്ങനെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അന്നും നൽകിയ ഉറപ്പ് അതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഉറപ്പിൽ 1-ാം ഘട്ടം പാലിച്ചിരിക്കുന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറത്തൊരു കാര്യം കൂടിയുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസ് അട്ടിമറിച്ച സോജനടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ്. അക്കാര്യത്തിലുള്ള സമരം നമ്മൾ തുടരുകയും ചെയ്യും. ശരി. ശ്രീ ബാലമുരളിയും ചേരുന്നുണ്ട്, കഞ്ചിക്കോട് സമരസമിതിയുടെ പ്രതിനിധിയായി. ശ്രീ ബാലമുരളി, CBI എത്തുമോ? CBI എത്തണം എന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നു. സമരസമിതിയുടെയും മാതാപിതാക്കളുടെയും ഒക്കെ ആവശ്യം അതായിരുന്നു. സർക്കാർ അത് അംഗീകരിച്ചിരിക്കുന്നു. എന്താണ് പ്രതികരണം? തീർച്ചയായും നല്ല ആശാവഹമായിട്ടുള്ള ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ കേസ് നാളിതുവരെ അട്ടിമറിച്ച നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്കെതിരെ കൂടി നടപടി സ്വീകരിക്കുവാനുള്ള ആ ഒരു തന്റേടം, ആ തന്റേടമാണ് ഇനി സംസ്ഥാന സർക്കാർ കാണിക്കേണ്ടത്. ആ തന്റേടം കൂടി കാണിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ആ ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ, അവരെ സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ, പുറത്താക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു പകുതി
ഒരു സമാധാനം എങ്കിലും ആ കുട്ടികൾക്ക് നീതി കിട്ടും എന്നുള്ള കാര്യമാണ് എനിക്ക് പറയുവാനുള്ളത്. ശരി, നന്ദി ശ്രീ ബാലമുരളി. ഏതായാലും എല്ലാവരും സ്വാഗതം ചെയ്യുന്ന ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. പെൺകുട്ടികളുടെ അമ്മ ടെലിഫോൺ ലൈനിലുണ്ട്. അമ്മ, ഈ അന്വേഷണം CBI വന്നേക്കും ഒരുപക്ഷെ വാളയാറിലേക്ക്. സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു, നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് പ്രതികരണം? കേൾക്കാമോ? അമ്മ കേൾക്കാമോ? എൻ്റെ വാക്കുകൾ കേൾക്കാമോ? എൻ്റെ ചോദ്യം കേൾക്കാമോ? ചില തിരക്കുകളിലാണെന്ന് തോന്നുന്നു. ടെലിഫോൺ ലൈനിലുണ്ട് എന്തായാലും, പക്ഷേ ചോദ്യം കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. പെൺകുട്ടികളുടെ അമ്മയാണ് ടെലിഫോൺ ലൈനിലുള്ളത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് സർക്കാർ തീരുമാനം. CBI അന്വേഷണത്തിന് ശുപാർശ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. CBI ആണ് തീരുമാനിക്കേണ്ടത്. വാളയാർ കേസ് ഏറ്റെടുക്കണമോ എന്ന കാര്യത്തിൽ ഒരുപക്ഷെ തീരുമാനം ഉടൻ തന്നെ ഉണ്ടായേക്കാം. അങ്ങനെ ഒടുവിൽ വാളയാറിലേക്ക് CBI എത്തുന്ന സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. മറ്റ് വാർത്തകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ നൽകാനുണ്ടായിരുന്നത്. NCP പിളർപ്പിലേക്ക് മാണി സി കാപ്പൻ അടക്കമുള്ളവർ UDF-ലേക്ക് പാലാ വിട്ടു നൽകാനാവില്ലെന്ന് നിലപാടിൽ ഉറച്ച മാണി സി കാപ്പൻ മുന്നണി വിടില്ലെന്ന് ആവർത്തിച്ച് ശശീന്ദ്രൻ. പാലാ അടക്കം കഴിഞ്ഞ തവണ മത്സരിച്ച 4 സീറ്റും വിട്ടുകൊടുക്കില്ലെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരൻ. സീറ്റ് വിട്ടുകൊടുക്കണമെന്ന മുന്നണിയോടോ ആവശ്യപ്പെട്ടിട്ടില്ല. നാളെ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും TP പീതാംബരൻ. ശശീന്ദ്രനും മാണി സി കാപ്പനും തമ്മിൽ ചർച്ച നടന്നതായി അറിയില്ലെന്നും TP പീതാംബരൻ. പാർട്ടിയിൽ പിളർപ്പുണ്ടാകില്ലെന്നും പ്രതികരണം. NCP വിഷയം സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് CPM കേന്ദ്ര നേതൃത്വം ഈ വിഷയം ഇപ്പോൾ പരിഗണിച്ചിട്ടില്ലെന്നും CPM. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF സീറ്റ് വിഭജന ചർച്ചകൾ ഇന്ന് തുടങ്ങും. കേരള കോൺഗ്രസ്, ജോസ്, SJD പാർട്ടികൾ UDF വിട്ടതോടെ സീറ്റ് വിഭജന രീതിയിൽ മാറ്റമുണ്ടാകും. സീറ്റുകൾ എങ്ങനെ വീതം വെക്കുമെന്ന് ചർച്ച നടത്തും. കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ ഘടകകക്ഷികൾ. ഉമ്മൻചാണ്ടിയെ UDF ചെയർമാൻ ആക്കുന്നതിലും തീരുമാനം ഉണ്ടായേക്കും. PC ജോർജിന്റെ UDF പ്രവേശനവും ചർച്ചയ്ക്ക്. വെൽഫെയർ പാർട്ടിയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. തന്റെ നേതൃത്വത്തിൽ ചർച്ച ഉണ്ടായിട്ടില്ല. പ്രചരിക്കുന്നത് കെട്ടിച്ചമച്ച കഥകളാണെന്നും മുല്ലപ്പള്ളി. താൻ കറകളഞ്ഞ മതേതരവാദിയെന്നും മുല്ലപ്പള്ളി. നാളിതുവരെ മതനിരപേക്ഷ നിലപാടേ സ്വീകരിച്ചിട്ടുള്ളൂ. മുഖ്യമന്ത്രിക്ക് തന്റെ നിലപാട് അറിയാമെന്നും മുല്ലപ്പള്ളി. UDF പ്രവേശനത്തിന് നിബന്ധന വെച്ച് PC ജോർജ്. പൂഞ്ഞാറിന് പുറമെ മറ്റൊരു സീറ്റ് വേണമെന്ന ആവശ്യം. പാലയോ കാഞ്ഞിരപ്പള്ളിയോ വിട്ടു നൽകണമെന്നും ജോർജ്. പാലയിൽ മാണി സി കാപ്പനാണ് UDF സ്ഥാനാർത്ഥിയെങ്കിൽ പിന്തുണയ്ക്കുമെന്നും PC. മാണി സി കാപ്പൻ LDF-ന് വേണ്ടി മത്സരിച്ചാൽ എതിരെ മത്സരിക്കും. പാലാ പിടിച്ചെടുക്കണമെന്നത് വാശിയാണെന്നും PC ന്യൂസ് 18നോട്. PC ജോർജ് മുന്നണിയിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. PC ജോർജ് ഇക്കാര്യം അറിയിച്ചിട്ടില്ല. മുന്നണിയിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടന്നിട്ടില്ലെന്നും മുല്ലപ്പള്ളി. UDF-ലേക്ക് നിരവധി കക്ഷികൾ വരാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇക്കാര്യങ്ങൾ ഇന്നത്തെ മുന്നണി യോഗം ചർച്ച ചെയ്യും. PC ജോർജിന്റെ മുന്നണി പ്രവേശന നീക്കത്തിൽ മുന്നണി യോഗത്തിന് മുൻപായി ഒന്നും പറയാനില്ല. അടുത്ത സർക്കാർ UDF-ന്റേതായിരിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി. സ്പീക്കർക്കെതിരായ പ്രതിപക്ഷ പ്രമേയം 21-ന് നിയമസഭ പരിഗണിക്കും. തീരുമാനമെടുത്തത് കാര്യോപദേശക സമിതി. ചർച്ചയ്ക്കെടുക്കുന്നത് M. ഉമ്മർ നൽകിയ നോട്ടീസ്. സഭാ സമ്മേളനം 22-ന് അവസാനിപ്പിക്കാനും കാര്യോപദേശക സമിതിയിൽ തീരുമാനം. നടപടി കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ 28 വരെ സഭാ സമ്മേളനം ചേരാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. ഇന്ന് ചേർന്ന സഭ അന്തരിച്ച നേതാക്കൾക്ക് അനുശോചനം രേഖപ്പെടുത്തി പിരിഞ്ഞു. രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിക്കും ചങ്ങനാശ്ശേരി മുൻ MLA CF തോമസിനും അനുശോചനം.
കർഷക പ്രക്ഷോഭം 47-ാം ദിനത്തിൽ ഭാവി സമര പരിപാടികൾ തീരുമാനിക്കാൻ കർഷക സംഘടനാ നേതാക്കൾ ഇന്ന് സിംഗുവിൽ യോഗം ചേരും. കേന്ദ്ര സർക്കാർ വെള്ളിയാഴ്ച നടത്താനിരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കണമോ എന്നതടക്കം തീരുമാനിക്കും. കർഷക സമരത്തിന്റെ ഭാഗമാകാൻ കേരളത്തിൽ നിന്നുള്ള കർഷകർ ഡൽഹിയിലേക്ക്. കർഷക റാലി കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു. റാലി ഫ്ളാഗ് ഓഫ് ചെയ്ത് കിസാൻ സഭ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എസ് രാമചന്ദ്രൻ പിള്ള. സുപ്രീം കോടതിയെ ഉപയോഗിച്ച് കർഷക സമരത്തെ നേരിടാനുള്ള നീക്കമാണ് കേന്ദ്രം നടത്തുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള. എക്സിക്യൂട്ടീവിന്റെ പരിധിക്ക് നിൽക്കുന്ന സുപ്രീം കോടതി പരിഗണിക്കേണ്ട വിഷയമല്ല കർഷക സമരം. ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരം നീളുമെന്നും SRP. കർഷക സമരത്തിന് ഐക്യദാർഢ്യവുമായി മർത്തോമ യുവജന സഖ്യം. സിംഗു അതിർത്തിയിൽ സമരം ചെയ്യുന്ന കർഷകർക്കൊപ്പം അണിനിരന്ന് ന്യൂഡൽഹി, വികാസ്പൂരി, എബനേസർ മർത്തോമ യുവജന സഖ്യം പ്രവർത്തകർ. സമരക്കാർക്ക് കൊടും തണുപ്പിൽ നിന്നും രക്ഷ നേടാനായി ടെന്റുകൾ നൽകി. സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധത്തിൽ കേന്ദ്ര സംഘം തൃപ്തി രേഖപ്പെടുത്തിയെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. കോവിഡിന്റെ കുത്തനെയുള്ള വർധന തടയാൻ സാധിച്ചത് വലിയ നേട്ടം. കോവിഡ് കേസ് ഉയരുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ആരോഗ്യമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ 8 സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് ലഭിച്ചേക്കില്ല. കേസുകളിൽ പ്രതിയാക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്ന VK ഇബ്രാഹിം കുഞ്ഞിനും MC ഖമറുദ്ദീനും സീറ്റില്ല. മലപ്പുറത്ത് നിന്നുള്ള 6 സിറ്റിംഗ് MLA-മാരും മത്സരരംഗത്തില്ല. മുൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് മാറി നിൽക്കേണ്ടി വരും. മലപ്പുറം MLA P ഉബൈദുള്ള, മഞ്ചേരി MLA M ഉമ്മർ എന്നിവർ 2 തവണ MLA-മാരായവർ. തിരൂരിൽ C മമ്മൂട്ടിക്കും മങ്കടയിൽ T അഹമ്മദ് കബീറിനും വേങ്ങരയിൽ KNA ഖാദറിനും സീറ്റ് ലഭിച്ചേക്കില്ല. സീറ്റ് നിഷേധിക്കുന്നതിൽ എതിർപ്പറിയിച്ച് ചില MLA-മാർ പ്രതിഷേധം പരിഗണിക്കേണ്ടതില്ലെന്നാണ് ലീഗിന്റെ തീരുമാനം. ലീഗ് തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങളെ ഇറക്കിയത് നേട്ടമുണ്ടാക്കിയെന്ന വിലയിരുത്തൽ. അഴീക്കോടും കണ്ണൂരും വെച്ചുമാറാൻ കോൺഗ്രസ് ലീഗ് ധാരണ. KM ഷാജി കണ്ണൂരിൽ മത്സരിച്ചേക്കും. MLA-മാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, മഞ്ഞളാംകുഴി അലി, ഹമീദ് മാസ്റ്റർ എന്നിവർ സിറ്റിംഗ് സീറ്റുകൾ മാറി മത്സരിക്കാൻ സാധ്യത. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ കളമശ്ശേരി കോൺഗ്രസുമായി വെച്ചുമാറാൻ ആലോചന. കൊച്ചി അല്ലെങ്കിൽ മധ്യകേരളത്തിൽ ഏതെങ്കിലും സീറ്റ് വേണമെന്ന ലീഗ്. നീക്കം മധ്യമേഖലയിലെ സാന്നിധ്യം നിലനിർത്താൻ. വളയാർ പെൺകുട്ടികളുടെ അമ്മ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. തുടക്കം മുതലേ കേസ് അട്ടിമറിക്കാൻ കാരണക്കാരായത് എങ്ങനെയാണ് ചോദിക്കേണ്ടത്. എൻ്റെ മക്കളിനെ കുറിച്ച് അപമര്യാദയെ സംസാരിച്ചത്. അത് ഈ 9-11 വയസ്സുള്ള മക്കൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് ആൾ പറഞ്ഞ വാക്കും മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞ വാക്ക്. പ്രതികളെ വെറുതെ വിട്ട സമയത്ത് മുഖ്യമന്ത്രി കണ്ടപ്പോൾ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞത് മുഴുവൻ പ്രതികളെ അറസ്റ്റ് ചെയ്യും, കേസ് അട്ടിമറിച്ച് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുത്ത് സർവീസിൽ നിന്ന് പുറത്താക്കും, കുടുംബം CBI അന്വേഷണത്തിന് പോവുകയാണെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ കോടതിയിൽ അവർ സർക്കാർ പോയതിൽ സന്തോഷമുണ്ട്. ഇത് വന്നതിൽ CBI അന്വേഷണം തീരുമാനിച്ചത് സ്വാഗതം ചെയ്യുന്നു അല്ലേ? തീർച്ചയായിട്ടും കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷിക്കണം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വേണോ CBI അന്വേഷണം? സമരസമിതിക്ക് ഇതിനകത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ ഇത് തന്നെയാണ് ഇതിനകത്ത് അടിവരായിട്ട് പറയണമെന്നൊരു സംഗതി. ഈ ഹൈക്കോടതി മേൽ ഈ CBI അന്വേഷണം എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റിഗേഷനാണ്. എന്ന് വെച്ചാൽ മുൻ അന്വേഷണം മൊത്തം പാളിയെന്നർത്ഥം. മുൻ അന്വേഷണം പാളിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അന്വേഷണം അട്ടിമറിച്ച് ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അവിടെയാണ് ഞങ്ങൾ തുടക്കം മുതൽ ഉന്നയിക്കുന്ന മുദ്രാവാക്യം സോജനടക്കം കേസ് അട്ടിമറിക്കാൻ കൂട്ടുന്ന മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നുള്ള ആ ആവശ്യം ഇപ്പോൾ കൂടുതൽ പ്രസക്തമായിരിക്കുകയാണ്. അതിന് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് സർക്കാർ തയ്യാറാകണം. അതാണ് അത് അന്വേഷണത്തിലൂടെ പ്രതികൾ ശിക്ഷിക്കപ്പെടും, സത്യം പുറത്തു വരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം ഈ നേരത്തെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ കേസ് അന്വേഷിച്ചതിൽ അവർ അട്ടിമറിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ CBI അന്വേഷണത്തിന് സർക്കാർ തന്നെ പോയതിൻ്റെ കാരണം. അതുകൊണ്ട് എന്തായാലും മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യും. അതിനോടൊപ്പം ഞങ്ങൾക്ക് മക്കൾക്ക് നീതി കിട്ടുകയും ചെയ്യും. അതുപോലെ പ്രതികളെ ശിക്ഷിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ കേസ് അട്ടിമറിച്ച് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുകയും വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. മാത്രമല്ല ഇനിയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു അനധികൃത ഇടപെടൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും സത്യസന്ധമായ കേസ് മുമ്പോട്ട് പോകാൻ വേണ്ടിയുമാണ് മേൽനോട്ടം ഹൈക്കോടതി ആയിരിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണം എന്ന ആവശ്യമാണ് വാളയാറിലെ പെൺകുട്ടികളുടെ അമ്മ
ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് CBI അന്വേഷണത്തിലൂടെ സത്യം തെളിയുമെന്നും തൻ്റെ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ആ അമ്മ പങ്കുവച്ചത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വാളയാറിലെ പെൺകുട്ടികളുടെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കളമശ്ശേരിക്ക് പകരം മലബാറിൽ സീറ്റ് വിട്ടു നൽകാമെന്നാണ് ലീഗിനോട് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെങ്കിലും സീറ്റ് വേണമെന്ന് ലീഗ്. വെച്ചുമാറ്റം വിജയം കണ്ടില്ലെങ്കിൽ കമാൽ പാഷയെ കളമശ്ശേരിയിൽ UDF സ്വതന്ത്രനാക്കി നിർത്താനും ആലോചന. ഹൈക്കോടതി മുൻ ജഡ്ജി കമാൽ പാഷയെ തൃക്കാക്കരയിൽ നിർത്തുന്നതിൽ ആലോചനയുമായി കോൺഗ്രസ് നേതൃത്വം. കമാൽ പാഷയുടെ താൽപര്യം പരിഗണിക്കാമെന്ന് ബെന്നി ബെഹനാൻ MP. അങ്ങനെയെങ്കിൽ PT തോമസിനെ ഇടുക്കി ജില്ലയിലേക്ക് മാറ്റി മത്സരിപ്പിക്കും. തിരുവനന്തപുരം ജില്ലയിൽ CPMന്റെ സിറ്റിംഗ് MLAമാരിൽ ഭൂരിഭാഗം പേരും വീണ്ടും ജനവിധി തേടും. കഴക്കൂട്ടത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കും. നെയ്യാറ്റിൻകരയിൽ KA ആൻസലൻ, കാട്ടാക്കടയിൽ IB സതീഷ്, പാറശാലയിൽ CK ഹരീന്ദ്രൻ, വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത്, വാമനപുരത്ത് DK മുരളി, വർക്കലയിൽ B ജോയി എന്നിവർ തന്നെ മത്സരിക്കും. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.